തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിനുള്ളിൽ തന്നെ വട്ടിയൂർക്കാവ് മെയിൻ റോഡിന് തൊട്ടടുത്ത 2300 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ചുടുകലിൽ തന്നെ നിർമ്മിച്ച ഒരു അതിഗംഭീര 5 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സവിശേഷതകളുള്ള ഒരു വീട് വളരെ റെയർ തന്നെയാണ്. അതുകൊണ്ട് സെയിൽ ആവുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ വിളിച്ചോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ 5 സെന്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ മുന്നിലെ കാണുന്ന ഈ ഒരു റോഡിലൂടെ തന്നെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയാൽ മെയിൻ റോഡിലേക്ക് എത്താൻ കഴിയും. വട്ടിയൂർക്കാവ് മെയിൻ റോഡിൽ നിന്നും വീട് വരെയും ഒരു 30 മീറ്റർ മാത്രമാണ് ഉള്ളത്. ഈ ഒരു റോഡ് മുഴുവനായി 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ചുടുകല്ലിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റെഡ് ബ്രിക്ക് വീടുകൾ കിട്ടുന്നത് ഒരു റയർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈൻസ് ആയാലും ഇന്റീരിയർ വർക്ക്സ് ആയാലും വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഫ്രണ്ട് ഫസൈഡ് മുഴുവനായി വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിൽ നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെ മോഡേൺ കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ എടുത്തു കാണിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയും ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു കാർപോർച്ച് ഏരിയയുമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 7 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്ന വീതിയിലുള്ള സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഏരിയയിലൂടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ഫ്രണ്ട് യാർഡ് ഏരിയ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ മുറ്റത്ത് തന്നെ പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3-4 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു കാറും ബൈക്കും പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഒരു കാർ പോർച്ച് ഏരിയയും സിറ്റ് ഔട്ട് ഏരിയയും ചേർന്ന് വരുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ മുതൽ തന്നെ നല്ല ഭംഗിയിലുള്ള ഡിസൈനിങ് വർക്ക്സ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്ക്സ് ആയാലും വോൾ ടൈൽസ് ആയാലും കൊടുത്തിരിക്കുന്ന ഡിസൈനർ ലൈറ്റ്സ് ഒക്കെ ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയി സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വീടിന്റെ പുറമേയും ഉള്ളിലുമായി കാണുന്ന ഓൾമോസ്റ്റ് എല്ലാത്തരം ബെഡ്റൂംസും തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയി ഈ ഒരു മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ലിവിംഗ് ആൻഡ് ഡൈനിങ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഹാളിൽ നല്ല സ്പേഷ്യസ് ആയ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ തികച്ചും ലക്ഷറി ലുക്കിലും പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഇന്റീരിയർ വർക്ക്സ് തന്നെയാണ് ഈ ഒരു സ്പേസിലും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഹോൾ ഏകദേശം 25x13 അടി ഡയമെൻഷനിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ സെപ്പറേറ്റഡ് ആയ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി വോൾസിലൂടെ സീലിംഗ് വരെ കാണാൻ കഴിയുന്ന ഈ ഒരു ഡിസൈനർ പാർട്ടീഷൻ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഒരുപാട് യുണീക്കായ ഡിസൈനർ ഫീച്ചേഴ്സ് ഈ വീടിനുള്ളിൽ പറയാനുണ്ട്. അതിനു മുമ്പ് ഡൈനിങ് സ്പേസിലേക്ക് പോയാൽ ഇവിടെ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഒരു കബോർഡ് വർക്ക് തന്നെ മുഴുവനായി കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഓപ്ഷൻസിനായാലും ഡെക്കറേറ്റീവ് പ്ലേസ്മെന്റ്സിനായാലും അതിന്റേതായ സ്പേസസ് ഒക്കെ ഇവിടെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഈ ഒരു സ്പേസ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. വാഷിംഗ് ഏരിയയിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്സേഴ്സിനും ഒക്കെ ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് വീടിന്റെ ആ ഒരു മോഡുലാർ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന 2 ബെഡ്റൂംസിലെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. വീടിനുള്ളിലെ എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ്സും ഫോൾ സീലിംഗ് വർക്ക്സും അറ്റാച്ച്ഡ് ബാത്റൂംസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന 4 ബെഡ്റൂംസും ഈ ബെഡ്റൂമിന് സിമിലർ ഫീച്ചേഴ്സിലും സിമിലർ സൈസസിലും തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയി ഇതിന്റെ ഇരട്ടി സ്പേസിലാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ബാത്റൂംസിലെ എല്ലാത്തര പൈപ്പ് ഫിറ്റിംഗ്സും സാനിറ്ററി ഫിക്സേഴ്സും ജാഗ്വാറിന്റെ ലേറ്റസ്റ്റ് മോഡൽ ഉള്ളത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാണാൻ കഴിയുന്നത് പോലെ ഇൻബിൽഡ് സിസ്റ്റമുള്ള വോൾ മോഡൽ WC തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തായി കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസിലും ഡ്രസ്സിംഗ് ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള സ്പേസ് മാത്രം ഏകദേശം 10x10 ഫീറ്റ് ഡയമെൻഷനാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ വോൾസിലെ ഡെക്കറേഷൻസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഷെൽഫ്സും എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിട്ടുണ്ട്. ബാത്റൂംസ് ആയാലും അതുപോലെ സ്പേഷ്യസ് ആയി തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ എല്ലാ ബാത്റൂംസിലും സിമിലർ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മോഡേൺ മോഡുലാർ കിച്ചൺ ആണ് കാണാൻ കഴിയുന്നത്. ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായി ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സ്മോക്ക് എക്സോസ്റ്റിനായി ചിമ്മിനിയും ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കിച്ചണിലും സീലിംഗിലായി ഫോൾ സീലിംഗ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ കൗണ്ടർ സ്ലാബിന്റെ ഓപ്പോസിറ്റ് സൈഡിലായി കാണുന്ന വോളിലായി ഡെക്കറേഷൻസോ മറ്റ് സാധനങ്ങളോ ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസും കൊടുത്തിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസിലെ ഒരു വർക്ക് ഏരിയ കൂടെ വരുന്നുണ്ട്. അതിന്റെ വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇതുകൂടാതെ ഇവിടെ തന്നെയാണ് വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറും കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പൈപ്പ് ലൈൻ കണക്ഷനും അവൈലബിൾ ആണ്. ബാക്ക് യാർഡിൽ പ്ലാന്റേഷൻസ് ഒക്കെ വച്ചുപിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്പേസും വാഷിംഗ് ഏരിയയും നനകല്ലും കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ കാണുന്ന സ്റ്റെയർ കേസ് ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. തടിയിൽ തന്നെ നിർമ്മിച്ച ഹാൻഡ് റെയിൽസ് ആയാലും വുഡൻ വാൾ പാനലിംഗ് ആയാലും മറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ ആയാലും തികച്ചും അട്രാക്റ്റീവ് ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇവിടേക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നതിനായി ചെവിരിലും സീലിംഗിലും സീ ത്രൂ ഗ്ലാസും ഓപ്പണിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസ് ഏരിയയോട് ചേർന്ന് തന്നെ ഇരിക്കാനായി ഒരു സ്പേസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്
ഇതുകൂടാതെ നല്ലൊരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് സ്പേസിൽ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈൻ തന്നെ ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസിനെ തികച്ചും അട്രാക്റ്റീവ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും. ഫസ്റ്റ് ഫ്ലോറിലായി മൊത്തം ലിവിംഗ് സ്പേസും 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. ആദ്യമേ പറഞ്ഞ വീടിനുള്ളിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ബാക്കി 2 ബെഡ്റൂംസ് ഗ്രൗണ്ട് ഫ്ലോറിനെ അപേക്ഷിച്ച് വളരെ വലുതായി തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവ് മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു 30 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. ഇതുവരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സിനുള്ളിൽ തന്നെ വരുന്ന ലൊക്കേഷൻ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 7 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇതുകൂടാതെ അക്ഷയ സെന്റർ കൂടെ വീടിന് സമീപമായി തന്നെ അവൈലബിൾ ആണ്. 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 5 ബെഡ്റൂംസും 5 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു ഫീച്ചർ എന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചുടുകളിലാണെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ലക്ഷറി ലുക്കിൽ പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിലുമാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 1,15,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വിസിറ്റ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടുതൽ വീഡിയോസ് ഒക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.